അത് പ്രാർത്ഥന ആണ് ആണ് എന്ന് 2012 മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ സംഘടനയിൽ നിൽക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മുശ്രിക്കാവുന്നതാണ്. 2012 വരെ അത് ശിർക്കായിരുന്നില്ല. ഇപ്പൊ പറയും 2012 വരെ നമ്മൾ പ്രസ്ഥാനം മൊത്തം ശിർക്കിലായിരുന്നു എന്നാ. നോക്കിങ്ങൾ വലിയ പുതിയ 2012 തൗഹീദുണ്ടായ മെച്ചങ്ങളാ പോയി പറയണൊക്കെ. നീ കേട്ടോളി. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളെ കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്, അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. കണ്ടോ? ഇപ്പൊ ശിർക്ക് വരുന്നുണ്ട് എന്ന് പറയണമെന്നാ, അല്ലെ പുറത്താക്കും. ആ ശിർക്ക് ഉണ്ട് എന്ന് ഒപ്പിട്ട് കൊടുക്കണം, അല്ലെ പുറത്താക്കും. കണ്ടങ്ങള് ജിന്നാണെന്ന് റിവായത്തുണ്ട്. ഞാൻ പല സ്ഥലത്ത് ചെയ്താണ് റിവായത്ത്. അഹ്ലു സുന്നത്തിന്റെ കിതാബിൽ നിന്ന് ജിന്നാണെന്ന റിവായത്തല്ല, ഷിയാക്കളെ കിതാബിലുണ്ടാവും. ചിലപ്പോ മലായിക്കത്താണെന്നൊരു റിപ്പോർട്ടിലുണ്ട്, ജിന്നാണെന്നൊരു റിപ്പോർട്ടിലുണ്ട് എന്നാ പറയണത്. ഇപ്പൊ അദ്ദേഹം കുട്ടികൾ കൊടുത്ത നോട്ടിൽ എന്താ ഉള്ളത് അറിയോ? ജിന്നും മലക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഈ 300 കൊല്ലത്തിന് മുമ്പുള്ളവരാരും പറഞ്ഞു. അപ്പൊ 300 കൊല്ലത്തിന് ശേഷം എന്തിനു മുമ്പ് ഉറപ്പാ? 300 കൊല്ലത്തിനടുത്ത ഈ അടുത്ത 300 കൊല്ലത്തിലാണ് ഈ ഹദീസ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കിയത്. അപ്പൊ അവരൊക്കെ വ്യക്തമായി പറഞ്ഞു പിന്നെ ഹദീസ് തന്നെ ഉണ്ട് എന്നായിരുന്നു. പിന്നെ എന്തിനാ നമുക്ക് ഇനി വ്യാഖ്യാനം? ഹദീസ് തന്നെ ഉണ്ട് ജിന്നാണെന്നും മലക്കാണെന്നുള്ള സൂചന എന്ന് അബ്ദുറഹ്മാൻ സലഫിയ പറയുന്നത്. അല്ല, ബനാറസ് എന്ന മുഹദ്ദിസ് അദ്ദേഹമാണ് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇതിന്റെ പേരിലാണ് ഇപ്പൊ ശിർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ശിർക്കുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അൽ-ഇസ്ലാഹിൽ വന്ന അതിനെപ്പറ്റി ചോദിച്ചല്ലോ, അതിനൊരു മറുപടി പറയാം. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ-ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ-ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ-ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ-ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാല് അൽ-ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. കളവ് അദ്ദേഹം തിരുത്തിയിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടല്ലോ, അനസൂസിയ തന്നെ പറഞ്ഞിട്ടല്ലോ, ഞങ്ങളാണ് എഴുതി കൊടുത്തത്. മൗലവി പറഞ്ഞ ഞാൻ തിരുത്തൂലാൻ, ഇവരാണ് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇത് തിരുത്തല്ല, വിശദീകരണമാണ്. കണ്ടോ? അപ്പൊ ആരവിടെ കാള്ള ഹദീസും പിടിച്ച് കാള്ളത്തരം പറഞ്ഞ് നടക്കണേ? അടുത്ത് കേൾപ്പിച്ചേർക്ക്. ഇനി ഒന്നുകൂടി ഞാന് പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. കുറച്ചുകൂടി ക്ലിയർ ആയിക്കോട്ടെ. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായില് വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. വളരെ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് എന്നെ ഒന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? അഗീസ് അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? അഗീസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ
എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അറീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, ഇരിക്കുവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. ആണോ? എത്ര നേരം അപ്പൊ മൂപ്പര് വിശദീകരിച്ചത്. ഞാൻ ഇങ്ങനൊന്ന് പറയാൻ വിചാരിച്ചാൽ ആ ക്ലിപ്പ് കണ്ടിന്റെ ശേഷം കാള്ള ഹദീത്തും പിടിച്ച കാള്ളത്തരം പറഞ്ഞ് നടക്കാന്ന് ആരെയായി പറയുന്നത്? ഈ ഹദീത്ത് ഒരൊറ്റ വാക്ക് ഇദ്ദേഹം പറഞ്ഞു, ഇത് ദുർബല ഹദീത്താണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അടുത്ത ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? എന്തേ പറഞ്ഞ്? നമ്മളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ദുർബല ഹദീത്ത് ഇപ്പൊ മണ്ണാർക്കാട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ലൈഫാണ്, അത് തെളിവിന് ഉദ്ധരിക്കാൻ പാടില്ല, ഉണ്ടെങ്കിൽ ഇത്ര തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. കാസർഗോഡ് ചോദിച്ചപ്പോ നമ്മളനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല, യായ് ബാത്ലാന്ന് വിളിക്കാൻ പാടില്ല, കാരണം ഹദീസ് ലൈഫാണ്. കള്ള ഹദീസ് ചർച്ചയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇസ്ലാഹിൽ വന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പൊ 2009 ശിർക്കല്ലാത്തത് 2012 ശിർക്കാണെന്ന് തീരുമാനിച്ചു. ഇത്ര വിശദമായി ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞിടത്ത് എന്തൊക്കെ പറഞ്ഞു? അത് പ്രാർത്ഥനയല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് സഹായതേട്ടം അതിലില്ല, അതിന് ശിർക്ക് വരുന്നില്ല, ജിന്നാകാം മലക്കാകാം, ഒക്കെ വ്യക്തമായി പറഞ്ഞു. ഹാജറ ബീവി സംഭവം കൂടി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഹാജറ ബീവി മുശ്രിക്ക്, യായ്ബാദുള്ള പറഞ്ഞ ഇമാമിങ്ങളൊക്കെ മുശ്രിക്ക്. ഈ രൂപത്തിലേക്ക് സുഹൃത്തുക്കളെ മാറ്റണം. ഇതാണ് ഞാൻ ഒപ്പിടാത്ത വിഷയം. എന്താ ഇപ്പൊ സക്കരിയ സലാഹിക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് ഒപ്പിട്ട് കൊടുത്തൂടെ? ശിർക്കാകാത്ത ഒരു കാര്യം, ശിർക്കാണെന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നമുക്ക് ശിർക്കാന്ന് ഒപ്പിടാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ ശിർക്കാന്ന് എന്തെല്ലാം കാര്യമുണ്ട് നമുക്കാണ് സംഭവിച്ചു കൊടുത്തൂടെ? അള്ളാഹു അല്ലാത്തവർ അനുസരിക്കൽ, അനിസ്ലാമിക ഗവൺമെന്റ് അനുസരിക്കൽ, അനിസ്ലാമിക കോടതി അനുസരിക്കൽ, ശിർക്ക്. ഒപ്പിട്ട് കൊടുത്തൂടെ? ശിർക്കാന്ന് ഒപ്പിട്ട് കൊടുക്കോ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ എത്ര ശിർക്കുണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണ്ട. അവര് പറഞ്ഞ ഒരുപാട് ശിർക്ക് നമ്മൾ സമ്മതിക്കുന്നില്ല. അത് ശിർക്കല്ല സഹോദര. അത് അബുല്ലാലാം മൗദൂദി അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇലാഹി റബ്ബ് ഇബാദത്ത് നീങ്ങുന്ന 4 സാങ്കേതിക ശബ്ദങ്ങൾ വ്യാഖ്യാനിച്ചേടത്ത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് മുൻഗാമികളാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അബുൽ ഹസൻ അലി നദവി ആ ജമാഅത്തെ ഇസ്ലാമി വിട്ടുപോകുന്നത്. അബുല്ലാലാ മൗദൂദിക്കും ഒരു ഇമാമും പറഞ്ഞിട്ടില്ലാത്ത, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്തൊരു വ്യാഖ്യാനമാണത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കായ ഒരു കാര്യം അല്ല, ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് ഒപ്പിടാൻ പറ്റൂല. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടി പറയലാണത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അല്ലാഹുവിൽ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല. അപ്പൊ ഒരു കാര്യം ഹറാമാണ്, ഹലാലാണ്, ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെ പറയൽ അള്ളാഹുവിനോ അവന്റെ റസൂലിനോ മാത്രം അധികാരമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ഹുക്മിൽ കൈകടത്താൻ നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞത്. കേരള നദുവത്തുൽ മുജാഹിദും കേരള ജംഇയ്യത്തുള്ളവയും ലോക സലഫി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ കാലത്തൊന്നും നമ്മുടെ പണ്ഡിതന്മാർ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഇപ്പൊ മാത്രം നമ്മൾ ശിർക്കാണെന്ന് പറഞ്ഞാൽ തൗഹീദ് പ്രബോധന രംഗത്തത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാകും. മുൻഗാമികളായ ഇമാമികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബി മുതൽക്ക് ഇബ്നു ബാസ് വരെയുള്ളവരൊക്കെ മുശ്രിക്കാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരൊക്കെ ശിർക്ക് പ്രചാരകരാണ്. ഞങ്ങൾ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവർ പറഞ്ഞത് ശിർക്കാണ്, അവരെഴുതിയത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ ശിർക്ക് പ്രചാരകരായി മാറി. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ ക്ലിപ്പ് കാണിച്ചപ്പോ കാസർഗോട്ട് മൂപ്പര് പറഞ്ഞു ഞാനത് അള്ളാഹുവിലേക്ക് വിടുന്നു. എന്തിനാ അള്ളാഹിലേക്ക് വിടുന്നത്? പടപ്പിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ പറ്റിയത്? തെറ്റ് പറ്റിയതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് വിടുന്നത്. ആരെങ്കിലും അത് വിശ്വസിച്ചെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നാണ്. എന്താണ് അള്ളാഹുവിലേക്ക് വിടുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇതൊക്കെ ജനങ്ങൾ കാണും. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന്. കണ്ടകൾ വിചിന്തനം സെപ്റ്റംബർ 21, 2012. KNM സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി എടുത്ത നടപടി അംഗീകരിക്കാനും തീരുമാനം അനുസരിക്കാനും KNM പ്രവർത്തകർക്കും പോഷക സംഘടനാംഗങ്ങൾക്കും ബാധ്യതയുണ്ട്. ഭീഷണിയാണ്.
അതിന് വിരുദ്ധമായി ഒളിഞ്ഞും തൊളിഞ്ഞും സംഘടനക്കും സംഘടനാ നേതാക്കൾക്കും ഇതിലുള്ള പരിപാടികളിൽ സഹകരിക്കുന്നത് അച്ചടക്കലംഘനവും സംഘടനാ വിരുദ്ധ നടപടിയുമാണ്. അത്തരം പരിപാടികളിലും പ്രവർത്തകർ മാറി നിൽക്കേണ്ടതാണെന്ന് TP ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് വരാൻ പോവാ. ആരെയാ TP പേടിപ്പിക്കുന്നത്? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്, ആദർശ പ്രസ്ഥാനമാണ്. ആദർശത്തിന് വേണ്ടി ആ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ആദർശമല്ല നമ്മുടേത്. 1950 വരെ സാധാരണക്കാർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തില്. ഇവിടെ ജംഇയ്യത്തുൽ ഉലമ മാത്രം ഉണ്ടായിരുന്നത്. ആരായി മെമ്പർഷിപ്പിനൊക്കെ അത്ര പ്രാധാന്യം കൊടുത്തത്? എന്താ കിടക്കണങ്ങളെ 10 റുപ്യന്റെ മെമ്പർഷിപ്പ് എന്ന് പറയാനല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ് മുസ്ലിം മുജാഹിദ് സമൂഹത്തെ നിങ്ങള് ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, വരട്ടാൻ നോക്കണ്ട. എന്തിനാ വരട്ടത്? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. അബ്ദുറഹ്മാൻ സലഫി ഈ ഹദീസിലേക്ക് നടന്ന ആളല്ലേ എന്ന ആളുകൾ മനസ്സിലാക്കൂലേ? എന്നാ സക്കരിയ സലാഹി ഇങ്ങനെ യായിവാദുള്ള വിശദീകരിച്ച ഒരു ക്ലിപ്പുകൾ ഇട്ടാണ് ഒന്ന് വിശദീകരിച്ചത്. നിങ്ങൾക്ക് സാധിക്കോ? സാധിച്ചില്ലല്ലോ. ആകെപ്പാടുള്ളത് എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം വായിച്ചിട്ട് കാസർഗോഡ് വെച്ചിട്ട് ഈ KKP എന്ന മടവൂരിച്ചാരന്റെ കൂടെ മഞ്ഞപ്പുസ്തകം എഴുതാൻ സഹകരിച്ച ഹാരിസ് ചെറൂർ എന്ന് പറഞ്ഞ ഈ കോക്കസിന്റെ അവിടുത്തെ ആള്, അയാള് എണീറ്റിട്ട് ശിർക്ക് ഇത് തെളിവായിട്ട് ഇത് വായിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിലെവിടെ ശിർക്ക്? അതാ ഒരു കൊണ്ടുനടക്കണത്. എന്നാ അതൊന്നും ഇടിങ്ങള്. നിങ്ങളൊക്കെ 2009-ലും 2010-ലും 2011-ലും ജബ്ബാർ മൗലവിയുടെ വാദത്തെ ന്യായീകരിച്ച് പ്രസംഗിച്ചതിന് ശേഷമാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ആ ഒരൊറ്റ ക്ലിപ്പ് കട്ടുമുറിച്ചിട്ടല്ലേ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? എനിക്കെതിരെ കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെ ചോദിക്കൽ അനുവദനീയമാണെന്ന് വരുത്താൻ വേണ്ടി ഇമാം അഹമ്മദിന്റെ സംഭവം ഉദ്ധരിച്ചു. സലഫി കളവെഴുതിയതാണത്. ഇമാം അഹമ്മദിന്റെ സംഭവം ഉദ്ധരിച്ചത് അവരാരും ചെയ്തത് ശിർക്കെല്ലാം തെളിയിക്കാനാണ്. അത് അനുവദനീയമാണെന്ന് പറയാൻ വേണ്ടിയല്ല. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ ഈ ഒരു ഹദീസിന്റെ പേരിൽ ലോകത്തുടനീളമുള്ള സലഫി പ്രസ്ഥാനങ്ങള് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് നിങ്ങൾ പറയണ്ടേ? ഞാനിത് വ്യാഖ്യാനിച്ചതിനെ പറ്റി TP പറയാണ്, അബ്ദുറഹ്മാൻ സലഫിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് അത് പൂർത്തിയാക്കാനായിട്ടുള്ള ഇടക്ക് നിർത്തി ദുർവ്യാഖ്യാനിക്കാണ്. എന്നാ ശരി, TP ഇവിടെ നിന്നൊന്ന് സൽവ്യാഖ്യാനം കൊടുത്താട്ടെ. അബ്ദുറഹ്മാൻ സലഫിന്റെ ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഒരു പുതിയ സൽവ്യാഖ്യാനം കൊടുക്കുകയും. എന്താ നിങ്ങൾക്ക് ഈ ക്ലിപ്പിൽ ഇത്ര വിഷമം? ഈ CD പിൻവലിച്ചിടോ? ഇപ്പൊ പറഞ്ഞ് ഞങ്ങളൊക്കെ തിരുത്തി തൗബ ചെയ്തു. ആര് തൗബ ചെയ്തു? അനസ് തൗബ ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിക്ക് തൗബയാവോ? പിന്നെ ക്രിസ്ത്യാനികൾക്കൊരു വിശ്വാസമുണ്ട്, എല്ലാവരും പാപഭാരം ഏറ്റെടുത്ത് ക്രിസ്തു കുരിശിൽ എന്ത് ചെയ്തിരിക്കുന്നു? കുരിശ് മരണം വരിച്ചിരിക്കുന്നു. എല്ലാവരും പാപഭാരം എന്ന മാതിരി മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാ കോക്കസിന്റെയും എല്ലാ ഏറ്റെടുത്തിട്ട് അനസ് തൗബ ചെയ്തിരിക്കുന്നു. അങ്ങനെ പറ്റുമോ? അത്തൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു, ഞാൻ പൊറുക്കല്ല ചോദിക്കുന്നു. ആദ്യം പറഞ്ഞ ഞാനും അനീഫ് കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫി എന്നൊക്കെ വന്ന് തുടങ്ങി. തൗബന്റെ അടുത്തേക്ക് മൂപ്പർ ഒറ്റക്കായി, അതിലും തട്ടിപ്പോയി. കണ്ടങ്ങള് അങ്ങനെ മതിയോ? ഇതും അതിന് തീരോ? അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ നമുക്ക് ഒരു തൗബ സെക്ഷൻ തന്നെ ഉണ്ടായിക്കളയാം. മൊലാളിങ്ങനെ വായിച്ചു കൊടുക്കുക, മൗലിമാരിങ്ങനെ ഏറ്റുപറയാ. 2012 പുതിയ തൗഹീദുമായി ബന്ധപ്പെട്ടൊരു തൗബ ഇവിടെ നടക്കാൻ പോവാണ്, എല്ലാവരും ഒന്നുണ്ടാക്കി വരണം എന്ന് പറഞ്ഞിട്ട് തൗബ. എന്തൊരു നാണക്കേടാണ് ആലോചിച്ചിട്ടുള്ളത്. ഈ നാണക്കേട് നമ്മൾ നിന്നു കൊടുക്കണം എന്നാ പറയുന്നത്. എതിരാളികളുടെ മുമ്പിൽ ഇത്ര നാണം കെട്ടൊരു ആദർശം ഉണ്ടോ നമുക്ക്? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് പോലും അറിയുന്ന ഒരു സംഗതിയാണിത്. ഇപ്പോ ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു പുതിയ തട്ടിപ്പ് എന്താണെന്നറിയുകള്? നമ്മൾ ശിർക്കിന്റെ വാതിൽ തുറക്കുന്നു എന്നാണ് അനസ് മുസ്ലിയാർ പറഞ്ഞു. കേട്ടോളി. ഇപ്പൊ എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, വലിയ ഒരു വാതില് ഭദ്രമായി വലിച്ച് ചങ്ങലകൾ കൊണ്ട് പൂട്ടി മുറുക്കിയിട്ടിരുന്ന ഒരു വാതില്, ആരും തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ, അതുകൊണ്ട് ശ്രദ്ധിക്കാത്ത രൂപത്തിൽ വലിച്ചു പൂട്ടിയിട്ടിരുന്ന, അങ്ങേയറ്റം ശക്തമായി പൂട്ടിയിട്ടിരുന്ന ഒരു താക്കോല് ഇവര് പോയിട്ട് പതുക്കെ തുറന്നു. ഈ പൂട്ട് തുറന്നു. എന്നിട്ട് ചങ്ങല അഴിച്ചവിടെ വെച്ചു. ഈ കവാടത്തിന് ചങ്ങലേക്ക് അഴിച്ചു വെച്ചു. ഇനി 2 കൊളുത്തുണ്ട്. ഡോറിപ്പോഴും തുറന്നിട്ടില്ല, 2 കൊളുത്തുണ്ട്. അത് തുറക്കണോ വേണ്ടത് ചർച്ച ഇപ്പൊ നടക്കുന്നത്. ബാക്കി കൂടി ഇത് തുറന്നിട്ട് അങ്ങോട്ട് ചാടണോ വേണ്ടെന്ന് ചർച്ചയാ. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ നടത്തിയ ചർച്ച അല്ലെ, അത് ശിർക്കിലേക്ക് ചാടിയ ചർച്ചയായിരുന്നോ? ശിർക്കിൽ മുങ്ങിക്കുളിച്ച ചർച്ചയായിരുന്നോ? 5 കൊല്ലം മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? അതാണ് മുജാഹിദുകൾ പറയുന്നത്, അതാണ് എന്നും പറയേണ്ടത് എന്നാ പറയുന്നത്. 2012 ഇവർ കൊണ്ടുവന്ന തിരുത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇവർ ശിർക്ക് ആരോപിക്കണ്ടോ? ശിർക്കിന്റെ വാതിൽ
അഭദ്രമായ വാതിൽ ഇതാ ഇവർ ശക്തി ഉപയോഗിച്ച് തുറന്നിഞ്ഞൊരു കൊളുത്തുകൂടിയ ബാക്കിയുള്ളൂ. നോക്കണം, അങ്ങനെ ആരെങ്കിലും ഇവിടെ ശിർക്കിന്റെ വാതിൽ തുറക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ശിർക്കിന്റെ വാതിൽ ആരും ഇവിടെ തുറക്കുന്നില്ല. ഇവിടെ ജിന്നുകളുമായി ബന്ധപ്പെട്ട സഹായം ചോദിക്കുന്നതിൽ ശിർക്കാകാത്ത വല്ല സഹായ ചോദ്യവും മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? അതവിടെ പ്രശ്നം. കേട്ടോളി, അനസ് മുസ്ലിയാരോട് 2009 ചോദിക്കുകയാണ്. എവിടുന്ന്? തിരുവനന്തപുരത്ത് വെച്ച് ഒരു മടവൂരി സുഹൃത്ത് ചോദ്യം ചോദിക്കുകയാണ്. മറുപടി കേട്ടോളൂ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു. പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞുകൂടെ ചോദിച്ചു? നിങ്ങൾ മടവൂരിയല്ല, അതെനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറയാം? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായിട്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ മടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തിട്ട് ഉണ്ടോന്നാ? അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം ഓരോ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു. എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ? എവിടുന്നാ വരുന്നത്? എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ച് എങ്ങനെയുണ്ട്? ഒരു ജിന്ന് ഇവിടെ വരികയാണ് ഏതെങ്കിലും രൂപത്തിൽ, പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ പാമ്പായിട്ടോ ഏതെങ്കിലും രൂപത്തിൽ വരികയാണ്. അപ്പൊ അനസ്മോലിക്ക് കാണാം. എന്താ ജിന്നെ സുഖാണോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല, അത് അഭൗതികമല്ല. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി മൂവർ സംഘം പറയണത് ഒരു ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ച് ഏത് രൂപത്തിലോ വന്ന് തിരിച്ചറിയൽ എത്രത്തോളം എന്ന് വെച്ചാൽ ജിന്നു ബാധയുള്ള ആൾക്ക് ജിന്നു ബാധയാണെന്ന് തിരിച്ചറിയൽ വരെ വഹിയുള്ള നബിക്കേ പറ്റുള്ളൂ. മനസ്സുമൊഴിക്ക് വഹിയുള്ള കാലത്ത് പറഞ്ഞ സംഗതിയാണ്. അപ്പൊ വഹി നിലച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേനാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഖുർആനിന്റെ വിരുദ്ധമാണ്. എങ്ങനെയുണ്ട്? ജിന്നിനോട് സംസാരിക്കുക, ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഇതൊക്കെ സുലൈമാൻ നബി ചെയ്തിരുന്നു, അത് ശിർക്കല്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് ഖുർആനിന്റെ വിരുദ്ധമാണ്. 2012 മുമ്പുള്ള ഖുർആൻ. പുതിയ ഖുർആൻ പുതിയ ആയത്ത് വരെ വന്നിട്ടുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. കണ്ടോ? അപ്പൊ എപ്പോഴാ ശിർക്കാകുക?
ദുആകുമ്പോഴാണ് എന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നേന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലെ ജിന്നിവിടെ വന്നു എന്നാ ജിന്നെ സുഖാണോ എന്ന് ചോദിച്ചാൽ ശിർക്കല്ല. സുലൈമാൻ നബി പലതും ചോദിച്ചു പണിയെടുപ്പിച്ചു, അത് ശിർക്കല്ല. അപ്പൊ പ്രാർത്ഥനയാണെങ്കിലേ എന്താകുള്ളൂ? ശിർക്കാകുള്ളൂ. അതാണ് ഇൻ തദ്ഉഹും. ഇപ്പൊ പറയും അമ്മക്കെതിരെ ഓതുക ഇൻ തദ്ഉഹും. ആർക്കായിട്ട് തർക്കമുള്ളത്? പ്രാർത്ഥനയാകുന്ന കാര്യത്തിന് ഓതാൻ പാടുള്ളൂ എന്നാ പറയണത്. കേട്ടോളൂ. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. പ്രാർത്ഥനയാണെങ്കിൽ ഉത്തരം തരൂല. ഇനി ശിർക്കാകാത്ത വീണ്ടും പറയാം വന്നത് ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല മലക്കിനോടല്ല മനുഷ്യരോടല്ല ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട് അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പൊ നമ്മുടെ സാന്നിധ്യം ഹാജറായുന്നൊരു ഘട്ടം ഉണ്ടായി, അവരോട് സംവദിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അത് ശിർക്കല്ല, അബോധികമല്ല. അപ്പൊ ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടം മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? മടവൂരി സഹോദരൻ ചോദിച്ചതാണ്. ശിർക്കാകാത്ത ഒരു തേട്ടുണ്ടോ അനസ് മൗലവി? നമുക്ക് ആദ്യം മടവൂരിയോടെ ചോദിച്ചു നോക്കാന്നുണ്ട്. ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് വായിച്ച് എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ജിന്ന് ഹാജറായിട്ട് സാന്നിധ്യം കൊണ്ട് ഉറപ്പിച്ചാൽ ചോദിക്കുന്നത് തെറ്റല്ല, ശിർക്കല്ല എന്ന് മാത്രമല്ല തെറ്റല്ല എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? അനസ് മൗലിയ പറഞ്ഞത്. ആരെങ്കിലും അദ്ദേഹം 2009 8ാം മാസം നടക്കുന്നത്, ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞോ, KNN നേതാക്കളോ KGU നേതാക്കളോ എന്ത് മറുപടി അനസിയാ പറഞ്ഞത്? പച്ച ശിർക്കല്ലേ പറഞ്ഞത്. ശിർക്കായ ഒരു കാര്യം നീ ശിർക്കല്ലാതാക്കിയില്ലേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇനി സുഹൃത്തുക്കളെ, ആറ്റിങ്കലെത്തി 2011 അവിടെ വെച്ചൊരു മുസ്ലിയാർ ചോദിച്ചു, നിങ്ങളെ സലഫി നേതാവായ ഷൗക്കാനി ഈ ഹദീസിൽ നേരത്തെ വായിച്ചല്ലോ, ഹദീസ് അനുസരിച്ച് കാണാത്തവരോട് സഹായം ചോദിക്കുന്നത് ജായിസാണെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഷൗക്കാനി മുശ്രിക്കോ? മുസ്ലിയാർ ചോദിക്കുന്ന കേട്ടോളെ. അപ്പൊ ഷൗക്കാനി, നിങ്ങളുടെ നേതാവായ ഷൗക്കാനി സമ്മതിക്കുന്നു മറഞ്ഞ മലക്കുകൾ അതേപോലെ ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ അവരോട് സഹായം ചോദിക്കാം. ഈ ഹദീസിൽ ഔലിയാക്കളും പെടും എന്നും മറ്റൊരു കിതാബിലും അത് ആദ്യം പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഷൗക്കാനി ഇനി മറഞ്ഞവരെ കൊണ്ട് ഞങ്ങൾ സുന്നികൾ ചെയ്യുന്ന പോലെ മലക്കുകളോട്, സ്വാലിഹീങ്ങളായ ജിന്നുകളോട് അല്ലെങ്കിൽ മഹത്തുക്കളോട്, നല്ലതായ വ്യക്തികളുണ്ട്, അവരോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അത് നിങ്ങളുടെ നേതാവായ ഷൗക്കാനി അത് അംഗീകരിക്കുന്നു. ഷൗക്കാനി കാഫിറോ മുസ്ലിം? മറുപടി പറഞ്ഞാൽ ഷൗക്കാനി കാഫിറാണോ മുസ്ലിം? എന്താ ചോദിച്ചത്? ഷൗക്കാനി കാഫിറാണോ മുശ്രിക്കാണോ? അയാൾ അതിനെന്താക്കി? അയാൾ തർക്കത്തിലുള്ള ഇസ്തിഗാസ ആരനുവദനീയാക്കി എന്നാ പറയണത്? ഷൗക്കാനി അനുവദനീയാക്കി. അത് പറഞ്ഞത് മുസ്ലിയാരുടെ വകയാണ്. മഹത്തുക്കളോട് ഔലിയാക്കളോടൊക്കെ ചോദിക്കാമെന്ന് നിങ്ങളെ ഷൗക്കാനി പറയുന്നു. അത് പറഞ്ഞിട്ടില്ല, അത് ഇയാളെ വക കൂട്ടിയതാണ്. മലക്കുകള് ജിന്നുകള് പോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് അവരങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവരോട് അങ്ങ് ചോദിക്കാമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം മൂപ്പര ഹദീസ് സഹീഹാണെന്നുള്ള ആൾക്കാ പറയണത്. അത് ജായിസാണ്. പക്ഷെ 2 നിലക്ക് നമുക്കതിന് മറുപടി ഉണ്ട്. ഒന്ന്, ആ ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അതിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുള്ള തെളിവ് പിടിക്കൽ തെറ്റാണ്. കാരണം ഷൗക്കാനി ഹദീസ് സഹിയാന്ന് മനസ്സിലാക്കി, ഹദീസ് ദഈഫാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ തെളിവില്ല. 2, സഹീഹാണെങ്കിൽ തന്നെയും നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. മുസ്ലിയാർ ആ ഇസ്തിഗാസ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഷൗക്കാനി നമ്മൾ ആളാണെന്ന് വരുത്തുകയാണ്. എന്നാൽ അനസ് മുസ്ലിയാർ കൊടുക്കുന്ന മറുപടി കേട്ടോളൂ.
അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം. ോടും ചോദിക്കാം, സഹായം ചോദിക്കാമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ടല്ലോ. അതിലെന്താ തർക്കം? സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീലുണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തൊന്നിനോട് എന്തൊക്കെയപ്പോ പറഞ്ഞത്? ഒരു മലക്കുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ട്, സാന്നിധ്യം ഉറപ്പിച്ചാൽ ചോദിച്ചാൽ അത് തെറ്റല്ല, കുറ്റകരമല്ല, തർക്കിക്കേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം ആരും പറഞ്ഞിട്ടില്ല. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതിന്റെയൊക്കെ അപ്പുറം കിടന്ന് വർത്താനാ. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ജിന്നിനോടും മലക്കിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല, ശബ്ദം കേട്ടാലും പാടില്ല, കേട്ടില്ലെങ്കിലും പാടില്ല, ഹാദിറിനോടും പാടില്ല, ഗായിബിനോടും പാടില്ല. അപ്പൊ ഹാജറ ബീവിന്റെ സംഭവോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിന് മറുപടി പറഞ്ഞു. ഹാജറ ബീവിയുടെ വാക്ക് ഈ ശറഇൽ നമുക്ക് തെളിവാക്കാൻ പറ്റുകയില്ല. ഫഇന്നഹാ ലൈസത്ത് നബിയ്യതൻ, അവർ നബി അല്ലല്ലോ. അപ്പൊ ഹാജറ ബീവി സംഭവത്തിന്റെ പേരിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നാ നമ്മൾ പറയുന്നത്. ഇത് തെറ്റല്ല, കുറ്റകരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് ചോദിക്കാം അബ്ദുൽ ജബ്ബാർ മൗലവി പോലും പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവിയൊക്കെ പറഞ്ഞിട്ട് അപ്പുറം കടന്ന് പറഞ്ഞു. ഇയാൾക്ക് വല്ല ഷോക്കോസ് നോട്ടീസും ഉണ്ടോ? ഇല്ല. ഇയാള് ജാമിയയിലെ മുസ്ലിക്കാക്കൽ സമ്മേളനത്തിൽ തൗബ ചെയ്തു. അതുകൊണ്ട് മൂപ്പര് സലഫിന്റെ ആളായതുകൊണ്ട് ഖലാസ് ഒരൊറ്റ തൗബയിലെല്ലാം തീർന്നു. നീ കേട്ടോളി. സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മൊയ്തീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കാം. ഓ മൊയ്തീൻ ശൈഖ് സുഖാണോ, ഒന്ന് മൊയ്ലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഈ മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാരെ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലുമില്ലെങ്കിൽ അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ശൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാൻ പറ്റില്ല, അള്ളയല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസൂസിനോട് കാണുകയാണ്, ആ ഒരു 10 രൂപ തരൂ, മൂസൂസിലേക്ക് തരാൻ കഴിയും പോക്കറ്റ് തരത്ത്, അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്. സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് സൗഖാനി മുശ്രിക്കാണോ അല്ലേ, അയാളെ ജാതിപ്പെട്ടാണ്, താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2011 മൂപ്പര് ആദർശാപ്പ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കി. 2011 മൂപ്പരത് പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫി KNM ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ നയം മാറ്റുകയാണ്. അപ്പൊ പെട്ടെന്ന് ദൗറ വിളിക്കല്, പെട്ടെന്ന് മീറ്റിംഗ് കൂടല്, KJ ഒക്കെ മൂപ്പര കയ്യിലാണല്ലോ. അങ്ങനെ പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു, അത് തീരുമാനിപ്പിച്ചു, ദൗറ കൂട്ടി. ദൗറയിൽ എങ്ങനെ അറിയോ, ദൗറ കാളെ വിളിക്കുന്നത് തന്നെ എത്രയോ കാലമായി നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ ദൗറയിൽ ചർച്ച ചെയ്തോളൂ. അത് ഇത് ചർച്ച ചെയ്യാനല്ല, അത് സുന്നിയുടെ ജമാഅത്തിനായിട്ട് ബന്ധപ്പെട്ടല്ല, ദൗറയിലെ ചർച്ച ചെയ്യൂല എന്നും. പക്ഷെ മൂപ്പർക്ക് ആവശ്യം വന്നപ്പോ ഇത് ദൗറ വെച്ചു. ദൗറ വെച്ചിട്ട് മുനീർ മദിനെ വിളിക്കാണ്, സക്കരിയ സലാഹി യാ ഇബാദല്ലാഹ് ഇതിനോട് ചർച്ച ഉണ്ടായിരുന്നു. ഹദീസിൽ ചർച്ച ചെയ്ത് നടക്കുന്നത് ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ വിഷയം അവതരിപ്പിക്കണം. ഞാനെന്തിനാ വിഷയം അവതരിപ്പിക്കണേ? അബ്ദുൽ ജബ്ബാറിന്റെ പേരിലല്ല ആക്ഷേപം, മൂപ്പര് അവതരിപ്പിച്ചോട്ടെ. ഞാനങ്ങനെ പറയൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്താ അറിയോ, തെരഞ്ഞെടുപ്പ് ഏതാണ്ട് യൂണിറ്റും മണ്ഡലവും ജില്ലയൊക്കെ വേണ്ട മാതിരി കയ്യിലാക്കി കൗൺസിലർമാരൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചിന് ശേഷം പിന്നെ ചർച്ച കണ്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ എന്താണ് ആ ചർച്ചയ്ക്ക് ആത്മാർത്ഥത ഉള്ളത്? KJU വിശദീകരണത്തിലുടനീളം മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞ് പാപപ്പെട്ട മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി. പിന്നെ ആ ചർച്ച അങ്ങനെ ഞാൻ പോയില്ല, അബൂബക്കർ സലഫി അദ്ദേഹം പോയില്ല. കാരണം ഇത് പ്രഹസനമല്ലേ, അധികാരം പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, അധികാരം പിടിച്ചു, എന്നിട്ട് പിന്നെ ചർച്ച. അങ്ങനെ ആദ്യത്തെ ദൗറ കഴിഞ്ഞു. ആദ്യത്തെ ദൗറയിൽ കുറെ ആളുകൾ ഇത് ശിർക്കാണെന്നും കുറെ ആളുകൾ ശിർക്കല്ലാന്നും. അപ്പൊ അടുത്തതിലേക്ക് അത് നമ്മുടെ അനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്യാരും വിഷയങ്ങൾ ക്രോഡീകരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രബന്ധമുണ്ടാക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചു. അവരാ പ്രബന്ധം അവതരിപ്പിക്കുന്നതിലേക്ക് വരാൻ വേണ്ടി ചില ആളുകൾ എമ്മമ്മദിനെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ കൂടി പങ്കെടുത്തോട്ടെ. നമ്മുടെ ജാമിയയിൽ അധ്യാപകനായിരുന്ന കുവൈറ്റിൽ ദീർഘകാലം ദായിയായ അബ്ദുറഊഫ് നദവി എമ്മമ്മിനെ വിളിച്ചു, സാർ ഞങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നോട്ടെ. അതിന് അവിടെ ചർച്ച ഉണ്ടല്ലോ, അവിടെ റിപ്പോർട്ട് വാങ്ങൽ മാത്രമേ ഉള്ളൂ. എമ്മമ്മദിനി പറയാം, റിപ്പോർട്ട് വാങ്ങൽ മാത്രമേ ഉള്ളൂ. എന്നാണ് സാർ എന്തായാലും വന്നോക്കി എന്തായാലും കിട്ടില്ല, എൽമിയാച്ച ഇജാടെ വന്നിട്ട് ഒരു ഫലമല്ല, വെറുതെ വരികയാണ്. എന്നാലും റൌഫ് നദവി പോയി. അതുപോലെ ഉമർ മൗലവിയുടെ മകൻ മുബാറക് മദീനി പോയി, ഷുറൈഹ് സലഫി പോയി. അവർ ചെന്നപ്പോ ആദ്യം ഇങ്ങനെ കയറി സലാമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കുസു എമ്മമ്മദിനോട്. പിന്നെ എമ്മമ്മദിനോട്ട് ഇവിടെ ഇപ്പൊ വിളിക്കാത്തവരാരൊക്കെയുള്ള ചോദിച്ചിട്ട് ഒരു കളി. അങ്ങനെ ഇവരെ പുറത്താക്കി, 3 ആളെ പുറത്താക്കി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇത്? ഇൽമിയായ ഒരു ചർച്ചക്ക് ജമിയത്തുൽമയുടെ മെമ്പർമാർ ചെന്ന് തിരിച്ചയക്കൽ. ഉമർ മൗലവിയുടെ മകൻ മുബാറക് മദീനയിൽ പഠിച്ച ഉപ്പാന്റെ ഖുർആൻ പരിഭാഷ പൂർത്തിയാക്കുന്ന തരത്തില അദ്ദേഹം ചർച്ച വേണമെന്ന് പറഞ്ഞ് ജമിയത്തിന് കത്ത് കൊടുത്ത ആളാ. അതെന്തിനാ അറിയോ? വോട്ടിനിടാൻ പോവാണ്. വോട്ടിനിടുമ്പോ ശിർക്ക് അല്ലാന്ന് പറഞ്ഞോൽക്ക് വോട്ട് കൂടുതൽ കിട്ടിയ അബ്ദുറഹ്മാൻ സലഫിന്റെ പ്ലാന് പൊളിയില്ലേ, അതിന് വേണ്ടി വോട്ടെടുപ്പിന് വേണ്ടിയിട്ട്. അതാണ് മദനെ ഏൽപ്പിച്ചിരിക്കുക. മൂപ്പരാളുടെ ഏജന്റ് മൂപ്പരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആര് ചോദിച്ചാലും ഇതിലേക്ക് വരണ്ട അറിഞ്ഞാളി. കാരണം അങ്ങനെ മൂപ്പര് ഏതാണ്ട് ശരിയാക്കി നിർത്തിക്കാണ്. ശിർക്കാണ് എന്ന് പറഞ്ഞവർക്ക് മുൻതൂക്കം കിട്ടാൻ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇങ്ങനൊന്ന്? എന്നിട്ട് അവിടെ കൊടുത്ത പ്രബന്ധത്തിൽ എന്താ പറഞ്ഞത്? യാ ഇബാദല്ലാഹിനെ പറ്റി പറഞ്ഞത് എന്താ?
അൽ-ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ഉദ്ധരണി. അൽ-ഇസ്തിആനത്തു ബിൽ ജിന്നി ശിർക്കുന്നല്ല. ജമിയത്തിലൂടെ പ്രബന്ധത്തിലുള്ള യായിബാദുള്ള ഐനൂനിയെ സംബന്ധിച്ച് ഇതുവരെ മുജാഹിദ് പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് എന്താണോ അത് തന്നെയാണ് സുഹൃത്തുക്കളെ അതിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലും ഇനിയും തീരുമാനമെടുത്ത എന്താ, അത് ശിർക്ക് തന്നെയാണ്. അങ്ങനെ തീരുമാനമെടുത്തു. എന്നാൽ ആ തീരുമാനമെടുത്തതോടുകൂടി കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ പറഞ്ഞ കാര്യം എല്ലാം മൂടിപ്പോയി. അതിന് പരിഹാരമായിട്ട് എന്താ, MT വിഷന്റെ ഒരു CD ഇറക്കി. കാരണം മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതുവരെ പറയാത്ത ഒരു കാര്യം ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചു. അബ്ദുൽ ജബ്ബാർ മൊഴിയിട്ടത് ശിർക്ക്, നബവി ഇമാം ചെയ്തത് ശിർക്ക്, ഷൗക്കാനി പറഞ്ഞത് ശിർക്ക്, ഒക്കെ ശിർക്ക് എന്ന് പറഞ്ഞപ്പോ MT വിഷൻ CD ഇറക്കി. നിങ്ങൾ തന്നെ ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞതല്ലേ, ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തു. വാസ്തവത്തിൽ MT വിഷൻ എന്ന് പറഞ്ഞ ആ കാസറ്റ് ഇറക്കിയവർക്ക് നന്ദി പറയല്ലേ ഇവർ വേണ്ടത്. ഇവരെ അയബുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളല്ലേ. നിങ്ങളിങ്ങനെ മാറ്റിപ്പറയല്ലേ അനസ് മൗലവി, അനീഫ് കായക്കൊടി, നിങ്ങൾ മാറ്റിപ്പറയല്ലേ, സലഫിങ്ങൾ മാറ്റിപ്പറയല്ലേ എന്ന് പറഞ്ഞ് CD ഇറക്കി. എന്നിട്ട് ഇവിടുത്തെ മുശരിക്കാക്കൽ സമ്മേളനത്തിൽ ഗ്രൂപ്പ് മീറ്റിംഗിൽ വെച്ചൊരു കുട്ടിയെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചു. ഞാൻ MT വിഷനെ പറ്റി നിങ്ങൾ MT വിഷം എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്താണെന്ന് വിശദീകരിക്കാമോ? തൗബയുടെ തുടക്കം കേട്ടോളി. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷം പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുണ്ടായി, ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ശിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നു. MT വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് മറുപടി അതിന് പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്താണ് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസ് ഓതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. കണ്ടോ, കുട്ടിയെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചതാണ്. MT വിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ മുമ്പിനൊക്കെ ന്യായീകരിച്ചത് ശിർക്കാണെന്ന് പറഞ്ഞത് ഇത് അഭൗതികതല്ല, കാര്യകാരണം അപ്പറല്ല നിങ്ങൾ പറഞ്ഞ കുറെ ക്ലിപ്പുകൾ അതിലുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അപ്പൊ MT വിഷനെ ചീത്ത, ഇത് മാക്സിമം തെറ്റിദ്ധരിപ്പിക്കലാണ്. പക്ഷെ അതിന് ഇങ്ങനെയും പറയാം, മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുള്ള വിഷമാണത്. അത് നല്ല ഏറ്റിട്ടുണ്ട് ഇപ്പൊ ആ വിഷം. കണ്ടോ, വാസ്തവത്തിൽ MT വിഷൻ നന്ദി പറയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കൃത്യമായ ക്ലിപ്പ് അവർ കണ്ടു എന്നിട്ട് ഇപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞങ്ങളങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടൊരു തൗബ. നല്ല കള്ളുടിയും കുടിച്ച് മുത്തായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ കാണാവുന്ന, എന്നിട്ടോ തൗബ ചെയ്യാം. ഞാനങ്ങനെ കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വല്ല കള്ളും ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഉണ്ടൊരു തൗബ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് MT വിഷൻ കാണിച്ചു തന്നില്ലേ? ആ സീഡികളൊക്കെ പിൻവലിച്ചോ? മാത്രല്ല തൗബന്റെ തുടക്കത്തിൽ തന്നെ നോണ എന്ത്, ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന ജബ്ബാർ മൗലിയുടെ വാദം. അങ്ങനെ ജബ്ബാർ മൗലിക്ക് ഒരു വാദം തന്നെ അല്ല. അപ്പൊ ഇല്ലാത്ത വാദം പറഞ്ഞിട്ട് തൗബന്റെ തുടക്കം തന്നെ ഒരു നുണയാണ്. എന്നിട്ട് പിന്നെ ഒരു ഷർത്ത് ഉണ്ടെങ്കിൽ ആരോടാ ചോദിക്കണേ? നിങ്ങൾക്ക് തന്നെ അറിയില്ല ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ എന്താ അറിയോ, അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഒരു ക്ലിപ്പ് കൂടി ഉണ്ട്, അതിൽ പറയുന്നുണ്ട് ഞങ്ങളെ തൗബണ്ട് ഇപ്പൊ ഒരു കുടുങ്ങിയിൽ. ആരാ കുടുങ്ങിയെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും. ഇതൊരു റൗണ്ട് കയ്യിട്ട വിശദീകരണം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ് ബാക്കി കാണിച്ചു കൊടുക്കുക. അടുത്ത തൗബ കരച്ചല്. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലായിക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹ് പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പേറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാനാവില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാം, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. നല്ല തൗബ അല്ലേ? തുടക്കത്തിൽ ഒരു നോണ, അവസാനം ഒരു തെറി. നാറിയവനെ പേറിയോ? ആരുദ്ദേശിച്ച, അബ്ദുറഹ്മാൻ സലഫിനെ ഉദ്ദേശിച്ചാണോ അബ്ദുൽ ജബ്ബാറിനെ ഉദ്ദേശിച്ചാൽ അറിഞ്ഞൂടാ. ഏതായാലും മൂപ്പർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അത് നാറിയവനെ പേറിയോ എന്നൊരു പ്രശ്നം മൂപ്പർക്ക് ഉണ്ട്. ഇരിക്കട്ടെ, ഏതായാലും അങ്ങനെ പറയാൻ പറ്റുമോ തൗബയില്? വാസ്ലഹു, നിലപാട് നന്നാക്കണ്ടേ? ഇപ്പോഴും തെറി വിളിക്കുക. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ജബ്ബാർ മൗലിക്കും ഒക്കെ അല്ലാഹ് പുറത്തേരട്ടെ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം ഒരു തെറിവിളി മാത്രല്ല, ജമിയത്തുൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ആയത്തോതി തന്നു, ഹദീസ് ഓതി തന്നു. ആ ആയത്തൊന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ഇടവണ്ണ വന്നിട്ട്. ആ പുതിയ ആയത്ത് 2012 ഇറങ്ങിയ ആയത്ത് ഞങ്ങൾക്കൊക്കെ നിൽക്കാം. നിങ്ങളെ മാത്രം രണ്ടാളെ കൊണ്ട് ഈ കുസു പഠിപ്പിച്ചാൽ പോരല്ലോ. ഇവിടെ നൂറുകണക്കിന് പ്രബോധകന്മാരുണ്ട്. അവരൊക്കെ യാദൃശ്യത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ ജമിയത്തുൽ ഉലമ? നിങ്ങളെ രണ്ടാളി മാത്രം കുസു പഠിപ്പിച്ചാൽ മതിയോ? ജമിയത്തുൽ ഉലമ എന്ന പബ്ബിൽ രണ്ടാളുക ഒരു ബുക്ക് ഇറക്കി. ആരാ? അനസ് മൗലവിയുടെയും ഹനീഫ് കായക്കൊടിയുടെയും നേതൃത്വത്തിൽ AP ഇങ്ങനെ പോയിരുന്നിട്ട് നേതൃത്വം ബിലുണ്ടോളും. അതെപ്പോഴാ പറഞ്ഞ എനിക്കിതിൽ കുറ്റപത്രത്തിലുള്ളതാ. ഇപ്പൊ ഏറ്റവും ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട 2 മഹാപണ്ഡിതന്മാരാരാ? അനസ് മുസ്ലിയാരും ഹനീഫ് സുല്ലമി കായക്കൊടിയും. മനസ്സിലായില്ലേ? ഇവർ രണ്ടാളുമാണ് ഇപ്പൊ ബുക്ക് എഴുതുന്ന പോലെ തന്നെ, പ്രബന്ധം അവതരിപ്പിക്കുന്നത് അവരെന്നെ, മുഖാമുഖർക്ക് മറുപടി പറയുന്നത് അവരെന്നെ, തൗബ അവരെന്നെ, ഒക്കെ അവരെന്നെ. ആരാങ്ങളെ തിരുത്താൻ ഏൽപ്പിച്ചത്? ആരാങ്ങളെ തൗബ ചെയ്യാൻ ഏൽപ്പിച്ചത്? എന്നിട്ട് വബയ്യനൂ എന്ന് 3 വട്ടം പറയണോ? ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. എന്ത് വ്യക്താക്കണം? ശിർക്കാണ് വ്യക്താക്കല്ല.
അന്ന് നിങ്ങൾ ശിർക്കല്ല എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലായിരുന്നു? ഏതായത്തിന്റെ അതീതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇന്ന് നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്നത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പുതിയ ആയത്തിറങ്ങിയോ? ഇടവണ്ണ ജാമിയയിൽ ജിബ്രീൽ വന്നോ? നിങ്ങൾ പറയണം, വ്യക്തമാക്കണം. നിങ്ങൾ ഏതാ പുതിയ ആയത്ത് പഠിപ്പിച്ചറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇപ്പൊ പഠിക്കുക, ജമിയത്തിൽ പഠിപ്പിച്ചു കൊടുത്താത്രേ. പിന്നെ ഏതായത്തെന്നറിയോ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. ഇപ്പൊ പഠിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ കുലാപാത്രക്ക് ഉത്തരം ചെയ്യണം. പുതിയ ആയത്ത്. നാണമുണ്ടോ ജനങ്ങളെ മുമ്പിൽ ഇതൊക്കെ പറയാൻ? ഇപ്പൊ ഖുറാഫികൾ എന്താ പറഞ്ഞറിയോ? അനസേ, നീ തൗബ ചെയ്താൽ പോലെ ഷഹാദത്തിലിടണം, പോയി കുളിച്ചിട്ട് രണ്ടാമത്. കാരണം തൗഹീദിലല്ലേ പേടിച്ചത്. അനസ് മാത്രം തൗബ ചെയ്ത് ഷഹാദത്തിൽ പറ, മുജാഹിദുകൾ മുഴുവനും ഷഹാദത്തിലെന്നാണ്. ഇപ്പൊ ഖുറാഫികൾ ഇറങ്ങി, രണ്ട് കൂട്ടരും ക്യാമ്പയിനും കൊണ്ട് ഇറങ്ങാൻ പോകുക. നാണക്കേട് കേട്ടോ? മറുപടി പറഞ്ഞോ പോയിട്ട്? ഞങ്ങൾക്ക് പഴയ മറുപടി തന്നെ പറയാം. നിങ്ങൾ എന്താ പറയാ? അല്ലെ, നിങ്ങൾ ആരോടൊക്കെ വിടേണ്ടത്? കടവനോട് പറയണം, അമ്പലക്കടവനോട് പറയണം, ദാ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, 5 കൊല്ലം പറഞ്ഞത് മാപ്പാക്കണം. അലിപടനോടും കരിമ്പലാക്കലിനോടും 5 കൊല്ലം പറഞ്ഞത് മാപ്പാക്കണം. ഇതല്ലേ നിങ്ങളെ തൗഹീദ്? പറഞ്ഞു പോയിട്ട് തൗഹീദ് അജഞ്ചലം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ പോകുക ഖുറാഫികള്. എല്ലാരും ഷഹാദത്തി അല്ലെന്ന്. തൗഹീദിൽ പുതിയ തിരുത്ത്. ഇതാണ് തൗഹീദ് 2012. ഈ തൗഹീദ് 2012 നമ്മൾ അംഗീകരിക്കണം. ആരാ ഇവരെ തിരുത്താൻ ഏൽപ്പിച്ചത്? ആരാ ഇവരെ കരയാൻ ഏൽപ്പിച്ചത്? പേരോടിന്റെ കരച്ചിലിനെ പറ്റി അനസ്മോലി തന്നെ പറയുന്നുണ്ട്, ടവലില് വിക്സ് വരട്ടിയിട്ട് വരും, ഒരൊറ്റ തുടക്കലാ നേരത്തെ, പിന്നെ കുടുകൂടാതെ വെള്ളം വരും. അതേറ്റം മൂപ്പര് ചെയ്തോന്ന് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും മൂപ്പര് ശബ്ദമടരുക. നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളാണ്. മൂപ്പരിനെ പറയുന്നുണ്ട്, നല്ല നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളെ പലരും സ്പോൺസർ ചെയ്യും. അതുപോലെയാണ് ഇപ്പൊ പലരും സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഓരോരുത്തർ അവനാന്റെ സ്പോൺസർഷിപ്പ് ഓർമ്മ വരുമ്പോ വേറെയുള്ളവരൊക്കെ സ്പോൺസർ ചെയ്താണെന്ന് വിചാരിക്കുന്നത് സാധാരണ ആണല്ലോ. നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളെ നോക്കിയിട്ട് നിങ്ങൾ അല്ലിയുടെ തൊലിക്കട്ടി എത്രേ ഈ കണ്ട ക്ലിപ്പൊക്കെ ഇയാൾ പറഞ്ഞാല്. എന്നിട്ട് അതിനൊക്കെ എതിരെ പച്ചക്ക് അതിനെതിരെ പറയാ. 2011 പറഞ്ഞ് 2012 തിരുത്തുക. എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് അതിലെവിടെ ശിർക്ക് പറ കൊണ്ടുവാ എന്ന് പറയാം. പിറ്റേന്ന് അതിൽ ശിർക്ക് ഇല്ല എന്ന് പറഞ്ഞാ ബാധപുതിയോ നടത്താൻ ഞാൻ റെഡിയാണ്. നാവിന് നേരുണ്ട് എന്തു പറഞ്ഞ് ഇസ്ലാം ദീനാണ്. ദീനുകൊണ്ട് കളിക്കുക ഞങ്ങള് തന്നെ. ദീന് കൊണ്ട് കളിക്കുകയാണോ? ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് സുഹൃത്തുക്കളെ മൂപ്പര് പറയാണ്, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പൊ ഞാനൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമാണ്. അതിന് മൂപ്പര് മറുപടി, കണ്ടോ ഇനി ഞങ്ങളെ ക്ലിപ്പ് ഇടാൻ പറ്റൂല, നിങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? കാരണം എന്താ അറിയോ, ഈ പ്രസ്ഥാനത്ത് കുറെ പോകാനുണ്ട്. ചേകനൂര് പോയി, CN മൗലവി പോയി, വടവൂർ വിഭാഗം പോയി. ആ കൂട്ടത്തിൽ പോകേണ്ടവരായി 3 സംഘവും. ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണം കേരളത്തിൽ എല്ലായിടത്തും ഒരു റൗണ്ടും എത്തി മണ്ഡലം തലത്തിലേക്ക് വരുമ്പോഴത്തിന് ഇത് ഇൻഷാ അല്ലാഹ് ഈ ശല്യം നീങ്ങുന്നു. യാതൊരു സംശയമല്ല. മുജാഹിദുകൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ യോഗം കൊണ്ടും ഈ വിശദീകരണം കൊണ്ടും സംഭവിക്കാൻ പോകുന്നത് ഈ 3 സംഘം ചക്ക തിന്നുമുണ്ടല്ലോ, കുന്നിട്ട് പുറത്തേക്കൊണ്ടൊരു കുരു എന്നതുപോലെ പുറത്തു പോകാൻ പോവാണ്. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണങ്ങൾ വന്നതോടുകൂടി വരും, യാതൊരു സംശയവുമില്ല. അപ്പൊ മനസ്സിലാകും ആരാ നാറിയവന്, ആരാ പേറിയത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് യാതൊരു പ്രശ്നമില്ലാതെ മനസ്സിലാകും. എന്നിട്ട് ഇപ്പൊ മൂപ്പര് വെല്ലുവിളിക്കാണ്. അതൊക്കെ എന്തിനാ വെല്ലുവിളി എന്നറിയങ്ങള്? വെല്ലുവിളിക്കുന്നത് ആളുകളെ ശ്രദ്ധ തിരിക്കാനാ. ഖുറാഫികളുടെ അതേ പണിയാ. നമ്മൾ എവിടെയെങ്കിലും ഒരു ഖണ്ഡന പ്രസംഗത്തിൽ ചെന്ന് അപ്പ വരും വാദപ്രയോഗത്തിനുണ്ടോ എന്ന് വെച്ചിട്ട്. അതെന്തിനാ? ഖണ്ഡന പ്രസംഗം നടന്ന ആളുകൾ ശ്രദ്ധ തിരിഞ്ഞു പോകുമല്ലോ. അപ്പൊ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി, അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി വാദപ്രയോഗത്തിനുണ്ടോ, വാദപ്രയോഗത്തിനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ. ഞങ്ങളൊരു കൊല്ലം വിശദീകരിക്കട്ടെ. ഞങ്ങളൊരു കൊല്ലായാലും ഇപ്പൊ 1 സൈഡ് വിശദീകരണം നടക്കണേ. ഞങ്ങളൊരു കൊല്ലം വിശദീകരിക്കട്ടെ. എല്ലാ സ്ഥലത്തും ഇപ്പൊ ജില്ലാതലം കഴിഞ്ഞിട്ടില്ല, പിന്നെ മണ്ഡലം തലം, യൂണിറ്റ്, അങ്ങനെ വിശദീകരിച്ച് വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം വാദപ്രതിവാദം. പിന്നെ നാണിയാക്കി രാമന്തലി എന്ന് മധ്യസ്ഥനായ വാദപ്രതിവാദം നമുക്ക് വേണ്ട. ഞമ്മക്ക് അങ്ങോട്ട് പോവുക, സൗദിക്ക് പോവാ. മുമ്പേ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ, സൗദി പണ്ഡിതന്മാരുടെ മുമ്പിലിരിക്കുക. ഷെയ്ഖ് ഈദാൻ കത്ത് തന്നിട്ടുണ്ടല്ലോ, അവിടുത്തെ വഖഫ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വരണം, നിങ്ങളെ എല്ലാ ചെലവും നമ്മൾ വഹിച്ചോളൂ. 2 കൂട്ടരും സൗദി പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് തീർക്കാം. അവിടെ ഞങ്ങൾ ഇനി വാദപ്രതിവാദം നടത്തിയിട്ട് ചിത്രരീ ഭിന്നിപ്പൊന്നും ഉണ്ടാക്കണ്ട. എറണാകുളത്ത് ജമിയത്തുൽ ബുക്കിനെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയി, തയ്യാറായി. അബൂ ഹുസൈൻ സലഫി വിളിച്ചു, ഒരിക്കലും അങ്ങനെ ഒരു വാദപ്രതിവാദം നടത്തുന്നത് നമ്മൾ 2 കഷ്ണമായി പോകും.
അപ്പോഴേക്ക് ഈദാന്റെ കത്ത് വന്നു. ഷെയ്ഖ് ഈദാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കാരണം KNMന്റെ ഖൗദി പ്രസിഡന്റ് നമ്മളെ ആളുകൾ തമാശക്ക് പറയുന്നത്. അത്രമാത്രം KNMനെ കുറിച്ച് സംസാരിക്കുകയും എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഔഖാഫ് മന്ത്രിയുമായി മറ്റൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിലെ സലഫികൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അവർ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിനെന്താ മറുപടി എന്നറിയോ? അതിനാ അങ്ങോട്ട് പോണ്? അവരെ കിതാബൊക്കെ പെടല്ലേ, അവരെ ഫത്തുകളൊക്കെ പെടല്ലേ, ഇവിടുന്ന് ചർച്ച ചെയ്താൽ പോരെ, അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, ഹുസൈൻ മടവൂരിന്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോയിന്ന്? ഇവിടെ കിതാബില്ലായിട്ടാ? ഇവിടെ ആളില്ലായിട്ടാ? എന്നിട്ട് മടവൂര് കളിയാക്കിയില്ലേ? എന്റെ കാര്യത്തിൽ എന്തിനാ അറബി മല്ലാക്കയുടെ കത്ത്? നിങ്ങൾക്കറിയോ ഹുസൈൻ മടവൂരിന്റെ ഇതില് അത്രയമാ ചെലപ്പി കൊടുത്ത സാധനമാണ്. ഇതെന്താ പേരറിയോ? മാഹിദ് മൻഹജിയ വഅഖദിയാല ഹുസൈൻ അബൂബക്കർ കോയ. ഹുസൈൻ അബൂബക്കർ കോയക്കെതിരിലുള്ള മൻഹജിയും വിശ്വാസപരവുമായ പിഴവുകൾ. ഇത് അനുജൻ സുബൈറും ഏട്ടനും കൂടി തയ്യാറാക്കിയതാ. തയ്യാറാക്കിയിട്ട് ഇടക്കിടക്ക് ഓരോ കൊല്ലം വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും, പുതിയത് ഇങ്ങനെ കൂട്ടും. 2010 അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബൂബക്കർ സലഫിനെ കൂട്ടരെ ഏൽപ്പിച്ചതാ. ഇതിൽ മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളിയും. ഹുസൈൻ മടവൂര് മംലക്കയിലുള്ള സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് കൊടുത്ത 5ാമത്തെ തെളിവ് എന്താണെന്നറിയോ? യുൻകിറു ദുഖൂലൽ ജിന്നി ഫിൽ ഇൻസി വയസ്ഖറു ഫീ ദാലിക മിനൽ വാലിദി ശൈഖ് ഇബ്നു ബാസ്. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുമെന്നതിനെ ഹുസൈൻ മടവൂര് നിഷേധിക്കുന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ശൈഖ് ഇബ്നു ബാസിനെ പരിഹസിക്കുന്നു. അതിന്റെ തെളിവ് എന്താണെന്ന് നിങ്ങൾ MI സുല്ലമി മടവൂരി പണ്ഡിത സഭയുടെ നേതാവ് അയാൾ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഗൾഫ് സെലഫിസം. അതിനുള്ളൊരു പേജ് കൊടുക്കുക. എന്താ പേജ്? ഇന്ത്യൻ ജിന്ന് ഇസ്ലാമിലേക്ക്. 1987 ഉണ്ടായ സംഭവം. ഒരു പെണ്ണിന് ജിന്ന് കൂടി, എന്നിട്ട് അവിടെ സൗദിയിലുള്ള റിയാദിലുള്ള ജിന്ന് ചികിത്സ ചെയ്യുന്ന ഒരാളെടുത്ത് പോയി. അങ്ങനെ ജിന്ന് ബുദ്ധ ജിന്നാണെന്ന് പറഞ്ഞു. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ശൈഖ് ഇബ്നു ബാസിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ കാര്യം ഒന്ന് വായിച്ചു തരാം. സലഫി കൊടുത്തതാട്ടോ. അയ്യാത്തുറാസിന്റെ എല്ലാ ഓഫീസിലും സൗദിയിലെ മുഴുവൻ ഓഫീസിലും കൊടുത്തതാ. റിയാദിൽ താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വാർത്ത കഴിഞ്ഞ ശഅബാനിൽ 1407, 30 കൊല്ലം മുമ്പുള്ള വർത്താന, ഒട്ടേറെ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. റിയാദിൽ അബ്ദുല്ലാഹിബിൻ മുശ്രിഫ് അൽ അംരിയുടെ മുമ്പിലാണ് ബുദ്ധമത വിശ്വാസിയായ ജിന്നുമായി യുവതി ആദ്യം പോയത്. അവിടെ വെച്ച് തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഞാനും കൂടി സാക്ഷിയാവാൻ വേണ്ടിയാണ് എന്റെ അടുക്കൽ കൊണ്ടുവന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്ന ജിന്നിനോട് അവളിൽ പ്രവേശിക്കാനുണ്ടായ കാരണങ്ങൾ ഞാൻ ആരാഞ്ഞു. ശൈഖ് ഇബ്നു ബാസ് പറയാതൊക്കെ. ജിന്ന് മറുപടി നൽകിയത് സ്ത്രീയുടെ നാവിലൂടെയായിരുന്നു, പക്ഷേ സ്വരം പുരുഷന്റേതായിരുന്നു. അപ്പൊ കേറിയ ജിന്ന് ആൺജിന്നാണ്, പെണ്ണിന്റെ മേത്താ കേറിയത്, പെണ്ണിന്റെ നാവിലൂടെ സംസാരിക്കുന്നത്, ഒച്ച പുരുഷന്റേതായിരുന്നു. കാസറ്റ് ഇട്ട ഒന്നല്ല. ഇനി അത് പറയണ്ട, മടവൂരികൾ ഇപ്പൊ അങ്ങനെയും പറയും. എന്നിട്ട് പറയാണ്, സ്ത്രീയുമായി ഞാൻ സംസാരിച്ചപ്പോൾ സ്ത്രീയുടെ ഒരു സഹോദരനും സഹോദരിയും എന്റെ സമീപത്തുണ്ടായിരുന്നു. കൂടാതെ അബ്ദുല്ലാ അൽ അംരിയും മറ്റു ചില പണ്ഡിതരും ഇതിന് സാക്ഷികളായി. പിന്നീട് വളരെ വ്യക്തമായ സ്വരത്തിൽ ജിന്ന് ഇസ്ലാം മതാശം പ്രഖ്യാപിക്കുകയും എന്റെ നിർദ്ദേശാനുസരണം സ്ത്രീയെ വിട്ടുപോവുകയും ചെയ്തു. ഈദാഹുൽ ഹഖ് ഫീ ദുഖൂൽ ജിന്ന് ഫിൽ ഇൻസി, ജിന്ന് ബാധയുടെ യാഥാർത്ഥ്യം, പേജ് 67. ഇത് എഴുതി കൊടുത്തു. എന്തിന്? ഇത് ഹുസൈൻ മടവൂർ അംഗീകരിക്കുന്നില്ല. ജിന്ന് മനുഷ്യത്തെ പ്രശ്നം ഹുസൈൻ മടവൂർ അംഗീകരിക്കുന്നില്ല. ഇന്ന് സലഫിന്റെ കൂടെ എത്ര ആൾ അംഗീകരിക്കും? എത്ര ആൾ അംഗീകരിക്കും? നിങ്ങൾ ചോദിക്കണം. ഇതിനെ പച്ചക്ക് നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് ഈ കോക്കസിന്റെ കൂടെ ഉണ്ട്. മാത്രല്ല, ഇവിടെ ഇപ്പോ ജമിയത്തുൽ ഉലമയുടെ പുതിയ തീരുമാനമനുസരിച്ച് അബ്ദുറഹ്മാൻ സലഫിയുടെ പുത്തൻവാദം പുതിയ ബുക്ക് അനുസരിച്ച് ഇബ്നു ബാസ് എന്തൊക്കെ തെറ്റ് ചെയ്തു? ഒന്ന് ജിന്ന് ഇറക്കി, അത് റസൂലിന് മാത്രമല്ല എന്നാ പറഞ്ഞത്. ഇയാളും ഇറക്കി, മറ്റേ റിയാദിൽ ആളും ഇറക്കി. പിന്നെ സ്ത്രീയെ ബാധിച്ച് ജിന്നിനോട് സംസാരിച്ചാൽ തന്നെ മുശ്രിക്ക, ഇസ്ലാം എന്ന് പുറത്തായിന. പിന്നെ ജിന്ന് പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ബുദ്ധപദാനിയായിയാണ്, ക്രിസ്ത്യാനിയാണ്, ആർക്കറിയാം? ബുദ്ധപദാനിയായി എന്ന് പറഞ്ഞത് ഇബ്നു ബാസ് വിശ്വസിച്ചു. പിന്നെ ആൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ആൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എത്ര കുറ്റായി ഇബ്നു ബാസ് ചെയ്തത്? ഇതൊന്നും ആരംഗീകരിക്കുന്നില്ല. ഹുസൈൻ മടവൂർ അംഗീകരിക്കുന്നുണ്ട്. അവന്റെ സെൽഫി അല്ല, പിരിവ് കൊടുക്കരുത്. ഇതാണ് വിഷയം. കണ്ടോ? ഇനി കണ്ടോളി അടുത്തത്. വഫി മസ്അലത്തിൽ ജിന്നി അയ്ദൻ യസ്ഖറു മിന ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. ഈ ജിന്നിന്റെ വിഷയത്തിൽ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ ഇദ്ദേഹം കളിയാക്കുന്നുണ്ട്. ആര്? ഹുസൈൻ മടവൂർ കളിയാക്കുന്നുണ്ട്. അതിനെന്താ തെളിവ്? അതേ ഗൾഫ് സെലക്ഷൻ പുസ്തകത്തിന്റെ ഒരു പേജിൽ ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം, ജിന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുമൂലം അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട്.
എന്ന് വാദിക്കുന്ന ഗൾഫ് സലഫികൾ മനുഷ്യരും ജിന്നുകളും തമ്മിൽ ഐക്യവേഴ്ചയുണ്ടാകാമെന്നും പറയുന്നു. ഇതൊക്കെ എം ഐ ശല്യമേ എഴുതുക, കിട്ടുന്ന കുളം കിടക്കാൻ വേണ്ടി ഇറക്കിയതാ. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നോക്കുക. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമോ? ഉത്തരം അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും അതവൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം മനുഷ്യന് പെൺജിന്നുമായി ബന്ധപ്പെടാം, അതിന്റെ അനുഭൂതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. കണ്ടോ, ഇത് മുജാഹിദുകളെ അംഗീകരിക്കാത്തതാ, എന്നിട്ട് ഉസൈമാനൂർ അംഗീകരിക്കില്ല, മുമ്പ് കുറ്റം. മാത്രല്ല നല്ല ജിന്നുകളോട് സഹായം തേടാമോ? കേട്ടോളി, നല്ല ജിന്നുകളോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ സഹായം തേടുന്ന വിരോധമില്ലെന്നാണ് ഗൾഫ് സലഫി പള്ളി പ്രമുഖനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ ഫത്വ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്റെ മുഖാമുഖ ചർച്ചയിൽ ഒരു ചോദ്യം നൽകിയ മറുപടി നോക്കുക. ചോദ്യം: ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു, ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണെന്നും അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉത്തരം: ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ നീ സഹായിക്കുക, അയാളെ ഭാരം ചുമന്നു കൊടുക്കുന്ന ഇറക്കി വെക്കുന്ന ധർമ്മമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അഥവാ ഒരു സൃഷ്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇതൊന്നും ഉസൈമടൂർ അംഗീകരിക്കില്ല എന്നാണ്, മുമ്പ് അംഗീകരിക്കില്ല. ജിന്നുകളോട് സഹായം തേടി ശിർക്കാണെന്നപ്പോ പറയുന്നത്. എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന്. പക്ഷേ അനസ് മുസ്ലിയാർ പറഞ്ഞു അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന കാര്യം ചോദിച്ചാലേ ശിർക്കാകുള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഒക്കെ അള്ളാഹിനോട് ചോദിക്കുന്നതാ. എന്ത് ചോദിച്ചാലും ശിർക്ക, അനങ്ങിയ ശിർക്ക്. ഒരു കണ്ണ് കാണാത്ത ആള് ഇന്നെ സഹായിക്കുമെന്ന് വെച്ചാൽ ശിർക്ക. എന്നാൽ കാണാത്ത ശക്തികളോട് സഹായം ചോദിക്കല്ലേ, എന്ത് കണ്ണാണല്ലോ. അത്രയും ശിർക്ക് ഹോൾസെയിലായിട്ട് പരക്കിയിരിക്കുകയാണ്. ആ രീതിയിലേക്ക് പോയി സുഹൃത്തുക്കളെ, ഇതൊന്നും നമ്മൾ വായിക്കാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്തിയത്, പക്ഷെ എന്താ സലഫി മറുപടി പറയാത്തത്? പറയണല്ലോ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? നിങ്ങളെ കൂടെയുള്ളവരൊക്കെ അംഗീകരിക്കോ? ഉസൈമടൂർ അംഗീകരിക്കുന്നില്ല, അദ്ദേഹം സലഫി അല്ല എന്നീ തെളിവ് കൊടുത്താലേ ഇപ്പത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് എൻ വി സാലിമിനെ കുറിച്ച് കള്ളം പറഞ്ഞില്ലേ? എൻ വി അബ്ദുസലാം മൗലവിയുടെ മകൻ ശിർക്കിലേക്ക് പോയി എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കട്ടുമുറിച്ചില്ലേ? അദ്ദേഹം ആ പ്രസംഗത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഭൗതികമെന്നോ അഭൗതികമെന്നോ ഒരു കാര്യവും കഴിവിൽപ്പെട്ടെന്നോ കഴിവിൽപ്പെടാൻ ഒരു കാര്യം ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. അത് ഒന്നുകിൽ ശിർക്കാണ്, അല്ലെങ്കിൽ ശിർക്കിലേക്കുള്ള വസീലയാണ്. അത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കട്ടുമുറിച്ചിട്ട് നിങ്ങൾ അവിടെ അവതരിപ്പിച്ചു. നിച്ച് ഓഫ് ട്രൂത്ത് സ്ഥാപിച്ച എൻ വി മുഹമ്മദ് സാലിം, അദ്ദേഹത്തെ നിങ്ങൾക്ക് മുശ്രിക്കാക്കാൻ വേണ്ടി നിങ്ങളിവിടെ വന്നു അല്ലേ? കട്ടുമുറിച്ചല്ലേ? അദ്ദേഹം എഴുതിയൊരു ലേഖനം, നെറ്റിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനമുണ്ട്. ആ ലേഖനം വായിച്ചിവിടെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താണ് ആ ലേഖനത്തിൽ ഉള്ളതെന്ന് അറിയങ്ങള്? കേട്ടോളൂ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹുൽ അഖീദ സഫാരീനിയ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഷെയ്ഖ് മുഖ്ബിർ റഹിമഹുല്ലാ അദ്ദേഹത്തിന് തുഹ്ഫത്തുൽ വജീബ് എന്ന ഗ്രന്ഥത്തിലും രണ്ട് നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. ആ നിബന്ധനകൾ ഏതൊക്കെ? അവ ഒന്ന്, ഹറാമായ കാര്യത്തിനോ രണ്ട്, ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇത്രയും വായിക്കും. കണ്ടങ്ങള് എന്തിനാ ഷർത്ത്? ജനാബത്തുൽക്ക് എത്ര ഷർത്ത്? 2 ഷർത്ത്. ജിന്നോട് സഹായം ചോദിക്കത്ര 2 ഷർത്ത്. എന്തിനാണ്? ജിന്നോട് സഹായം ചോദിക്കാൻ. ഇത് മുജാഹിദുകളുടെ വാദാണോ? ആണോ? എവിടേക്ക് അവർ കൊണ്ടുപോകുന്നത്? അപ്പൊ ജിന്നുകളോട് സഹായം ചോദിക്കാം എന്ന് സാലിംക പറയുന്ന ആ ലേഖനത്തിന്റെ ഹെഡിങ് എന്താണ്? നിങ്ങള് ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. സാലിമിന്റെ ലേഖനല്ലത്. ഷെയ്ഖ് സാലി ആലി ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇന്നും ജീവിച്ചിരിക്കുന്ന സൗദിയിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ലേഖനാത്. മാത്രമല്ല, ആ എഴുതിയതിന്റെ ബാക്കി തന്നെ വായിച്ചാൽ മതി. അവ ഹറാമായ കാര്യത്തിനോ ഹറാമായ മാർഗത്തിനോ ആവരുത് എന്നുള്ളതാണ്. ആ 2 നിബന്ധന പറഞ്ഞതിന് ശേഷം പറയാ, എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയുമാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലി ആലി ഷെയ്ഖ് ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അപ്പൊ ജിന്നുകളോട് ഭൗതികം ചോദിക്കാൻ പോയാലും കഴിവപ്പെട്ട ചോദിക്കാൻ പോയാലും അവസാനം ശിർക്കിലെത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടക്കേണ്ടതാണ്. ശിർക്കിന്റെ വാതിൽ തുറക്കണം എന്നല്ല, അടക്കണം എന്നാ പറഞ്ഞു. ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇതിന് അടിക്കുറിപ്പ് കൊടുത്തതാ. എന്നിട്ട് മൂപ്പര് പറഞ്ഞതാ അടിവരയിട്ട് പറയുകയാണ്. അടിക്കുറിപ്പിന് എന്താക്കി? അടിവരയിട്ട് പറയുകയാണ്. എന്നിട്ട് പകുതി കക്കുകയും ചെയ്തു. ഇതൊക്കെ സുഹൃത്തുക്കളെ ഒരിക്കലും തന്നെ ഒരു മുജാഹിദ് പ്രവർത്തകനെ യോജിച്ച നിലപാടല്ല. മുജാഹിദ് പ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 തൗബയും കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നമല്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് ഒരാൾ തൗബ ചെയ്താൽ തീർന്നല്ല.